പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട് തുടങ്ങി. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ഏറ്റവും മനോഹരമായൊരു സമയം കർത്താവിനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് നമുക്കതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കി. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് അധികമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകലിലും വിശ്വാസത്തോടു കൂടി, ഉപവാസത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങളിലൊക്കെ ദൈവാത്മാവ് ഇടപെടും. ആ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി തന്നെ ആയിരിക്കണം. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ മുഖമെല്ലാം വളരെ ഏറ്റവും പ്രസാദകരമായി തന്നെ ഇരിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും വിശ്വാസമൊക്കെ നമുക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ മഹത്വം നിനക്കുള്ളതാണ്. ഇന്ന് പകലിലും ആ മഹത്വം എത്ര സന്തോഷത്തോടു കൂടി കരയേറ്റുവാൻ എത്ര പേർക്ക് കഴിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്വനായ ദൈവമല്ലോ. നീ ജാതികളുടെയും സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നും ഈ ദേശത്തിലെ ഉപവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോശാഫത്തിന്റെ കാലത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രാജാവായി ഭരിച്ചിരുന്ന കാലത്ത്, ഹല്ലേലൂയ, മോവാബ്യരും ഹല്ലേലൂയ അമ്മോന്യരും ഒക്കെ ഹല്ലേലൂയ അവരുടെ യുദ്ധത്തിനായി പുറപ്പെട്ടു വരുന്നതാണ് ഈ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവര് ഒരുമിച്ചൊരു ഉപവാസം വിളിച്ചു വരുത്തി കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ ഒന്നിച്ച് ഉപവാസത്തിൽ ഇരിപ്പാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, യഹോശാഫത്തിന്റെ കാലത്ത് അവർ ഒരുമിച്ച് കൂടി വന്നു. അന്ന് ആ ഉപവാസത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ അവിടെ കൂടി വന്ന ഹല്ലേലൂയ തൻ്റെ ജനം, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തോട് ഒത്തിരി അപേക്ഷിച്ചു, ഒത്തിരി യാചിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഹല്ലേലൂയ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് ആ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിക്കുന്ന തൻ്റെ ജനത്തിനെ ദൈവം സംരക്ഷിക്കും, ദൈവം പരിപാലിക്കും. തൻ്റെ ആവശ്യങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ കരം, അത്ഭുത സാന്നിധ്യം ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യഹോശാഫത്തിന്റെ കാലത്ത് ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ യുദ്ധത്തിനായി കടന്നു വന്ന അമ്മോന്യരെയും ഹല്ലേലൂയ ഇവരെല്ലാവരെയും തകർത്ത് കളഞ്ഞ് തൻ്റെ ജനത്തിന് സ്വസ്ഥത വരുത്തുന്നത് ഹല്ലേലൂയ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉപവാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. കൃപയുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തോട് അടുത്തിരിക്കുന്ന ആ ഒരു പ്രത്യേകത ദിവസം ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ അതിൻ്റെ 14-ാമത്തെ വാക്യം ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു: അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്ഥന്യാവിന്റെ മകനായ യേയേലാവിന്റെ മകനായ ബിനിയാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യനിൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ: യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു: ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകലിലും ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഒരു പടി കൂടി അടുത്തിരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും മേലായ നാമമുള്ളവൻ, ഹല്ലേലൂയ, ദയയും വിശ്വസ്തയും ഹല്ലേലൂയ വാക്കു മാറാത്തവനുമായ ദൈവം, അവരൊരുമിച്ച് ദൈവത്തെ ഹല്ലേലൂയ ഉപവാസത്തോടുകൂടി ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. യഹോവ നല്ലവൻ, ഹല്ലേലൂയ, യഹോവയുടെ വിശ്വസ്തത എന്നും എന്നേക്കും ഉള്ളതെന്ന് അവർ ഒരുമിച്ച് സ്തുതിച്ചു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്ത ദൈവം വീണ്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ ഇസ്രായേൽ രാജാവിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഇന്ന് പകലിലും കൂടി വന്ന ജനങ്ങളെ ആരും തന്നെ ഹല്ലേലൂയ ഒറ്റയ്ക്ക് മടങ്ങി പോവാൻ ദൈവം അനുവദിക്കത്തില്ല.
ഇന്ന് ഹാലല് കടന്നു വന്നിരിക്കുന്ന ജനത്തിന്റെ മേല് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹാലല്ലൂയ. ഇതുവരെ വിടുതൽ സംഭവിക്കാത്ത ചില വിഷയങ്ങളുടെ മേല് ദൈവം ഇന്ന് വിടുതൽ തരും. ഹാലല്ലൂയ. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിന് എന്ന മഹത്വം കൊടുത്ത് ദൈവ സാന്നിധ്യം ശക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നു. ശക്തിയോടെ ആത്മസാന്നിധ്യം വെളിപ്പെട്ട് കിട്ടുന്നവർ ആത്മാവിലൊന്ന് സ്വീകരിച്ച് ഇന്ന് പകലിലും എന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. സഭാമധ്യത്തിൽ ഹാലലുയ നീതിയോടും ശക്തിയോടും കൂടി കർത്താവിന്റെ ഹാലലുയ ശക്തിയുടെ വെളിപ്പാട് എനിക്ക് ലഭിക്കും. ഇന്ന് പകലിലും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന്റെ മേലെ ഉപവാസത്തോടു കൂടി എന്റെ ആത്മാവിന്റെ സമർപ്പണത്തിൽ ഹാലലുയ ഇന്നൊരു അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഹാലലുയ ശക്തിയോടുകൂടി കർത്താവിനെ സ്വീകരിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ഹാലലുയ നിനവയിൽ ഉപവാസം പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് പകലിലും ഹാലലുയ അനർത്ഥങ്ങൾ ഭവിക്കുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഹാലലുയ ചില ഭവനങ്ങളിൽ, ചില വ്യക്തി ജീവിതങ്ങളിൽ ഹാലലുയ തമ്പുരാൻ ഹാലലുയ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഹാലലുയ അനർത്ഥങ്ങളെ ദൈവം ഉടച്ചു മാറ്റും. ഹാലലുയ നിനവയിൽ സംഭവിച്ചതുപോലെ അവർ റുട്ടെടുത്തു. ഹാലലുയ ഉപവാസം പ്രഖ്യാപിച്ചു, അത്ഭുതങ്ങളെ സംഭവിച്ചു, അവിടെ അനർത്ഥങ്ങൾ ഒഴിഞ്ഞുപോയി. ഇന്ന് പകലിലും ഹാലലുയ ചില ഭവനങ്ങളിൽ, ചില വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഇതുവരെ ഹാലലുയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ഹാലലുയ അനർത്ഥങ്ങളെ ദൈവം നീക്കുന്നു. ഹാലലുയ ചില ഹൃദയങ്ങളെ ദൈവം സ്പർശിക്കുന്നു. ഇന്ന് പകലിലും ദൈവത്തിന്റെ ആത്മാവ് ഹാലലുയ ഹൃദയങ്ങളോട് ഇടപെടുന്നു. ഹാലലുയ ഇതുവരെ ഹാലലുയ നടക്കാത്ത ചില പ്രവൃത്തികൾ ദൈവം ഇന്ന് അത്ഭുതകരത്താൽ വെളിപ്പെടുത്തുന്നു. ആമേൻ. ഹാലലുയ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. സന്തോഷത്തോടെ നമുക്ക് ഹാലലുയ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. എല്ലാറ്റിന്റെയും മേലായ നാമമുള്ള അവനാൽ ഒന്നും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് നിറക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇതിന്റെ സ്നേഹം മാത്രം ഹല്ലേലൂയ എനിക്ക് മതി എന്ന് അരുളി ചെയ്ത ദൈവം. ഇന്ന് പകലിലും ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ സകലതും ദൈവം നന്മക്കായി തീർക്കാൻ പോകുന്ന ദൈവം. ഇന്ന് പകലിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന ദൈവം. Praise the Lord. Hallelujah. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇടയില്ല നാമം. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇടയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ റോജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദാഹമുണ്ട്? പരിശുദ്ധാത്മാവിന്റെ അധിക ഹല്ലേലൂയ വലിയൊരു കൊതിയും ആഗ്രഹം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന മതി എന്ന് എത്ര പേർക്ക് വിചാരിക്കണ്ട്? അങ്ങനെ ഒരു വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല.
ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാനോക്കിനെ ദൈവം എടുത്തതുപോലെ തന്നെ കൊണ്ടുപോകാൻ നമുക്കടിയാണ്. എത്ര പേർക്ക് അങ്ങനെ ഒരു കൊതിയുണ്ട്? ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സഭ പാടിക്കേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയോടെ ഒന്ന് ആരാധിച്ചാലോ? ആമേൻ. ശക്തിയോടെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. മഴ പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമ്മൾ സഭയായിട്ട് ഒരു ഉപവാസം പ്രഖ്യാപിച്ചത് നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ മോഹങ്ങളൊന്നും നിവർത്തിക്കാൻ വേണ്ടിയല്ല. കർത്താവിൻ്റെ വരവ് വളരെ സമയമായിട്ടുണ്ട്, വളരെ പടിവാതിക്കൽ. ഇന്ന് അനേക ദൈവകുഞ്ഞുങ്ങൾക്കും ആ പ്രത്യാശ പിടിക്കുവാൻ, അവൻ്റെ പ്രത്യക്ഷതയിൽ നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം അനേക പ്രതിസന്ധികളാൽ വലഞ്ഞു മുറുകിയിരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. ഇന്നത്തെ ഉപവാസത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കണം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മാറി, എല്ലാ ആവലാതികളിൽ നിന്ന് മാറി, അവൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഓരോ ദിവസം നടക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ വേണ്ടിയാണ്. പല ആകുല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്, നമുക്കറിയാമെല്ലാം. ആ നാള് നമുക്ക് കെണി പോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപവാസ ദിവസമൊക്കെ കർത്താവ് പ്രത്യക്ഷമാവുമ്പോൾ ആകുല ചിന്തകളിൽ നമ്മൾ വലിഞ്ഞു മുറുകി ജീവിച്ച് ആ വലിയ നന്മ, അനുഗ്രഹം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയ പ്രത്യേക ഇന്ന് സഭയായിട്ട് നമ്മൾ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതമൊക്കെ വളരെ ശാന്തമായി തീരണം, ആകുലങ്ങളൊക്കെ മാറി. എവിടെയൊക്കെയാണ് നമുക്കറിയാം, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ ഭർത്താവിനെക്കുറിച്ച്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്, മറ്റ് വ്യത്യസ്തമായ പഠനത്തെക്കുറിച്ചും ആകുലങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും ഇന്ന്. എന്നാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഒരു പ്രാവിനെ പോലെ എല്ലാം വിട്ടുമാറി നിഷ്കളങ്ക നിർമ്മല ഒരു ഭാര്യയെ പോലെ വെളിപ്പെട്ടു വരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ അതുപോലെ ആയിത്തീരാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാം വിട്ടുമാറി ആകുലങ്ങളും ആവലാദികളും അല്ലേ ഒന്നും നമ്മളെ വലിഞ്ഞു മുറുക്കാതെ
ഒന്നും നമ്മളെ സ്വാധീനിക്കാതെ, നമ്മുടെ ഹൃദയങ്ങൾ മലിനപ്പെട്ടു പോകാതെ, നമ്മുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും മണ്ണിലേക്ക് പോകാതെ ഈ ദിവസങ്ങളെല്ലാം കർത്താവോട് മാത്രം, നമ്മുടെ പ്രാണപ്രിയനോട് മാത്രമായി തീരുവാൻ ഇന്ന് പകലിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന, പ്രത്യേകം നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ ജിജി പാസ്റ്റർ ആയിട്ടുണ്ട്. ആ കർത്താവിന്റെ ദാസനിലൂടെ ദൈവസ്വരം കേൾക്കുവാനും ഇന്ന് നമ്മൾ വളരെ ശാന്തമായിട്ട് കർത്താവിന് മുമ്പിലായിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമ്മുടെ ചട്ടം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ പകൽ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഉൽപ്പത്തി മുതൽ ഞങ്ങൾ കണ്ടുവരുന്ന കാര്യമുണ്ട്. സേവിച്ച് ദൈവം വിളിച്ചു വേർതിരിച്ചു മാറ്റിയ ജനത്തെ വഴിയാത്രയിൽ അവർ ദൈവത്തെ വിട്ട് ബാലിന്റെയും യശോര പ്രതിഷ്ഠയുടെ മുമ്പിൽ പലതിൻ്റെ മുമ്പിൽ പുറകെ പോയപ്പോൾ അവർ ഉപവാസം പ്രഖ്യാപിച്ച് മടങ്ങി വന്ന ഒരു ജനതയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കർത്താവേ, ഇന്ന് എവിടെയെങ്കിലും ഞങ്ങളുടെ ഹൃദയം ഈ മണ്ണിലേക്ക് ആണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ആവലാദികളിലും ദുഃഖത്തിലേക്കും മുറവിളിലേക്കൊക്കെ ഞങ്ങളുടെ ഹൃദയം പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആ ദൈവസ്വരം കേട്ട് മടങ്ങി വരുന്ന ദിവസമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളോട് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം, ഞങ്ങളുടെ പ്രാണപ്രിയന്റെ ഹിതം ഒരു വട്ടം കൂടി ഞങ്ങളുടെ ഹൃദയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ ഒന്നിലും പെടാതെ, ഒരു ആകുലങ്ങളിൽ ഒന്നും പോകാതെ ആ ദിവസം ഞാൻ കെണി പോലെ വരാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽ ആ ദൈവസ്വരം ഞാൻ കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾ ഇടയാക്കട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദാസനെ ഞങ്ങൾ അവിടുത്തെ കരകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറച്ചെടുത്ത് ദൈവസ്വരം മാത്രം കേട്ട് കർത്താവ് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ കാത്തിരിപ്പാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ഞാൻ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെ ശാന്തമാക്കി നിയന്ത്രണം ഏറ്റെടുക്കണം ഓരോ ഹൃദയത്തോട്. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ മന്നകൾ പൊഴിച്ചു തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എല്ലാ ഹൃദയങ്ങളെയും നിയന്ത്രണം ഏറ്റെടുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആദ്യം മുതൽ അവസാനം വരെ ആ നിറവിൽ, ആത്മാവിന്റെ അഭിഷേകത്തിൽ, ആത്മനിറവിൽ നിർത്തുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം മതിയായെന്ന് ഞാൻ ഒരുമിച്ച് വിശ്വസിക്കുകയാണ്, ഏറ്റുപറയാണ്, ഇത് സ്തോത്രം ചെയ്യുകയാണ്. പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വഴിയാത്രയായിട്ടുണ്ടെങ്കിൽ വേത്തിക്കൂട്ടി വരുത്തി കർത്താവെ, അങ്ങ് ആഗ്രഹിച്ചവർ മാത്രമേ ഇന്ന് പകൽ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏകാത്മാവോടുകൂടി ഏക പ്രത്യാശയിലും ഏക വിശ്വാസത്തിലും ഞങ്ങൾ ഇരിക്കുവാൻ കർത്താവ് ഞങ്ങളെ തരുന്ന കൃപക്കായി സ്തോത്രം. കർത്താവെ, ആദ്യം മുതൽ അവസാനം വരെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി ഏകാഗ്രമാക്കി കർത്താവ് മറ്റൊരു ചിന്തകളും ഇല്ലാതെ, മറ്റൊരു ഭാരങ്ങളും എടുക്കാതെ ഏത് നിമിഷവും എൻ്റെ കർത്താവിനോട് സംസാരിക്കുമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങളിതാ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിൽ ഒരു ശിശുക്കളെ പോലെ കർത്താവ് ഞങ്ങളായിരിക്കുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വചനം 10-ാം അധ്യായം 27-ാം വാക്യം നമുക്ക് വായിക്കാം. ഒന്നുകൂടെ വായിച്ചാട്ടെ. അന്നാളിൽ പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. നമ്മളിവിടെ പാടുവാനിടയായി തീർന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ, അല്ലേ? എന്നിൽ ഇറങ്ങി വരണമേ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ വരണമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പദം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വരുന്നത് എവിടെയാ? പരിശുദ്ധമായ സ്ഥലത്ത് ഇറങ്ങി വരത്തുള്ളൂ. സ്തോത്രം. നമ്മള് പരിശുദ്ധിയുള്ളതാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ. നമ്മുടെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഇത് ഉപവാസ പ്രാർത്ഥനയാ. ഉപവാസ പ്രാർത്ഥനയിൽ അധികം പേരൊന്നും വരത്തില്ല.
ഉപവാസ പ്രാർത്ഥനയിൽ 2 വ്യക്തികളാണ് മെയിനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കാൻ. 2, പ്രാപിക്കാൻ. ഇവിടെ വന്നവരൊക്കെ പ്രാപിക്കാൻ വന്നവരാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. ചുരുക്കം പേരെ ഉള്ളെന്ന് വിചാരിച്ച് ആരും ഭാരപ്പെടണ്ട. ദൈവത്തിന് വന്നവരിൽ ചെയ്യാനുള്ളത് ദൈവം ചെയ്തെടുക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യനും വേണ്ടിയാ. ജാതി മതം ഒന്നും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാ. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ, എത്ര % ഉണ്ട് സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതും കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരും എത്ര % ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ സഭയിൽ 100 പേരോ 200 പേരോ 300 പേരോ ഒക്കെ കാണും. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവര് ചുരുക്കം പേരാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മോശയിൽ കൂടെ ദൈവം എത്ര 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 അത്ഭുതങ്ങളാ ചെയ്തതെന്നറിയാം. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുതല് മോശയെ രണ്ടാമത് ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായ ഒരു സന്ദർഭമുണ്ട്. രണ്ടാമത് 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ ആ ആ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. അപ്പൊ ഈ ചെരുപ്പ് മോശയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നോക്കിയപ്പം അശുദ്ധിയാണ്. ദൈവത്തിനൊരു ആളിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അവനെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ ദൈവം തിരഞ്ഞെടുക്കത്തുള്ളൂ. അശുദ്ധിയിൽ ദൈവത്തിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് അശുദ്ധിയിൽ നിന്ന് അവനെ ഒന്ന് വെടിപ്പാക്കിയതിനു ശേഷം ദൈവം ഉപയോഗിക്കാൻ പോവുക. മോശ സ്വന്തം ആട് പോലും അല്ല. ആരുടെയാ? അമ്മായിയപ്പൻ്റെ ആടാ. അതിനെ മേയിച്ചുകൊണ്ട് നടക്കുക. ഞാൻ വിചാരിക്കുന്ന ഈ മോശ എത്രയോ നാള് 40 വർഷം ഈ ദേശത്ത് അല്ലെങ്കിൽ മരുഭൂമിയിൽ ഈ സ്ഥലത്തൂടൊക്കെ പോയപ്പോൾ എന്ത് കണ്ടില്ല? മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടില്ല. ദൈവത്തിന്റെ സമയം ആകാതെ അത് കാണാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അത് കാണുവാൻ ദൈവം കണ്ണ് തുറക്കും. ഇന്ന് പകൽക്കാലം ചിലരുടെയൊക്കെ കണ്ണ് ദൈവം തുറക്കും. ചിലതിനെ കാണേണ്ടതുപോലെ കാണും. കർത്താവിന്റെ കരം നിങ്ങളുടെ ചില വിഷയത്തിന്റെ മേൽ തൊടുവാനിടയായി തീരും. ദൈവശക്തി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല കുടുംബത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ നോക്കിയാൽ വെറുതെ നോക്കത്തില്ല. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടി മാത്രമേ നോക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും വിചാരിക്കും യാദൃച്ഛികമാണെന്നുള്ളത്.
ഇവിടെ മുൾപ്പടർപ്പ് കത്തിയത് യാദർച്ഛികമാണോ? അല്ല, ഒരിക്കലുമല്ല. മുൾപ്പടർപ്പ് യാദർച്ഛികമായി കത്തിയതല്ല. ദൈവത്തിന്റെ കരം അതിനു പിന്നിലുണ്ട്. ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് പോലെ കുടുംബജീവിതത്തിൽ നാളുകളായി കത്തിക്കൊണ്ടിരിക്കുന്നതായ നശിച്ചു പോകുമെന്ന് വിചാരിച്ച് പലപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമേൽ ഇരിക്കാൻ പോലും കഴിയാതെ നിലവിളിച്ച് ഭാരപ്പെടുന്ന എന്റെ ദാസിയെ, നിനക്ക് വേണ്ടി ഒരത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം നീ തനിയെ വന്നതല്ല, ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. സ്തോത്രം. നീ വിചാരിക്കുന്നത് പോലെ കത്തിച്ചാമ്പലാകത്തില്ല. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണ്. നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്ക്. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ കരം വെളിപ്പെടും. മോശയെ ദൈവം തിരഞ്ഞെടുത്ത് മോശയുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നിലത്തിടിപ്പിച്ച് ദൈവം അവന് പുതിയതൊന്ന് കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം എന്റെ ദാസിയെ നിന്നിലൊന്ന് പുതിയതായി ദൈവം നൽകി തരുന്നു. ദാവീദ് പറഞ്ഞതുപോലെ ഒരു പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം, കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുവാൻ ദൈവം നിന്നിൽ ഒരു പുതിയ കൊത്തുപണി ചെയ്തെടുത്ത് ഒരു അലങ്കാര വസ്തുവാക്കി ദൈവം വേർതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എന്നെ കൊള്ളത്തില്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്. ഒരു കാര്യം ചെയ്, എൻ്റെ സഹോദരൻ കഴിവുള്ള വ്യക്തിയാ, അത് നല്ല വാക്കുചാമൃത്യമൊക്കെ ഉള്ളവനാ, അവനെ അങ്ങ് കൊണ്ടുപോകൂ, അവനെ അങ്ങ് തിരഞ്ഞെടുത്തു, എന്നെ വിട്ടേരെ. സ്തോത്രം. പകൽക്കാലം ഒരു ദൂതൂടെ പറയാം. നൈൽ നദിയിൽ നിന്ന് ഇവനെ രക്ഷിച്ചെടുത്ത് കൊണ്ടുവന്നത് ഇവന് പകരം വേറൊരാളിനെ ഏൽപ്പിക്കാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. മോശയെ അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്നെ ആ നൈൽ നദിയിൽ മുക്കിക്കൊന്നിട്ട് നിന്റെ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ ആ ശിശുകുട്ടിയെ ഏൽപ്പിച്ചേനെ. ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി ഞാൻ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിലും അതിനുശേഷം മരുഭൂമിയിലും ഞാൻ കാത്തിരുന്നു. മോളെ, കർത്താവ് നിന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. നിന്നെ പണിയാൻ, നിന്നെ ചിലത് ഏൽപ്പിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. നീ അറിയാത്ത, നിന്റെ പേരൻസ് ഒന്നും അറിയാത്ത, നീ ചുറ്റുപാടിൽ നിൽക്കുന്നവരൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. പകൽ ദൈവം കൊണ്ടുവന്നത് ദൈവാലോചന അറിയിക്കാനാ. നീ കേട്ട് ഹൃദയത്തിൽ സങ്കരിച്ചോണം. യാക്കോബ് സങ്കരിച്ചതുപോലെ ഹൃദയത്തിൽ സങ്കരിച്ചു, ദൈവത്തോട് പറ്റി നിന്നു. ദൈവം നിന്നെ മാനിച്ചും ഉയർത്തും. ഉയർന്ന ഉന്നതമായ അനുഭവങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കും. ബുദ്ധിയും ജ്ഞാനവും ദൈവത്തിന്റെ വകയാണ്. ദൈവം അത് നൽകിത്തരും. ദൈവത്തിന്റെ പാതയിൽ കൂടെ നടന്നൊഴുകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. മോശയെ ദൈവം വിളിച്ച് ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുകയാണ്.
മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ താഴെ ഇട്ടേനെ. മോശയുടെ കയ്യിൽ എന്ത് വരുന്നുള്ളത്? ആകെപ്പാടെ മോശയിലുണ്ടായിരുന്ന ഒരു വടി മാത്രമാണ്. ഈ വടി കൊണ്ട് വല്ല അത്ഭുതമൊക്കെ നടന്നിരുന്നെങ്കിൽ ഇവൻ പറഞ്ഞേനെ, എൻ്റെ കയ്യിലിരുന്ന വടിയുടെ ശക്തിയാ, വടിയുടെ ശക്തിയാ. അതുകൂടെ അങ്ങ് കളയാൻ പറഞ്ഞു, താഴെ ഇടാൻ പറഞ്ഞു. ഇപ്പം മോശ നിൽക്കുകയാണ്. ഈ മൈക്രോഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, അതുകൂടെ കാണിക്കാമായി. എങ്ങനെയാണ്? ഒന്നുമില്ലാത്തവനായി നിൽക്കുകയാണ്. സ്തോത്രം. താഴെ ഇട്ട ആ വടി എന്തുവായി തീർന്നു? അത്ഭുതമല്ലയോ? അത്ഭുതം പ്രവർത്തിക്കുന്ന ഒന്നാക്കി ദൈവം അതിനെ തീർത്തു. ദൈവം അതിനെ തീർത്തു. ദൈവമക്കളെ, നമ്മുടെ കയ്യിലുള്ളതൊക്കെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവന്റെ പാദപീഠത്തിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം ചിലത് ഇങ്ങ് പകരും. ദൈവം പകർന്നു കഴിഞ്ഞാൽ അത് ദൈവനാമ മഹത്വത്തിനും പോകുന്നിടത്തൊക്കെ അനുഗ്രഹമായിരിക്കും. ഈ മോശ കർത്താവ് കൊടുത്ത ആ വടിയുമായി പോകുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, എന്തെല്ലാം അത്ഭുതങ്ങളാ മിസ്രൈം ദേശത്ത് നടന്നത്. 10 പാത അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് ജനത്തെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ ചെങ്കടലിന്റെ നടുവിൽ നിൽക്കുകയാണ്. ഈ മോശ ചെങ്കടലിന്റെ നടുക്ക് വന്നപ്പം ഇവരെല്ലാം കൂടെ പുറപുറത്തപ്പം മോശയ്ക്ക് ഒരു ചെറിയ അവിശ്വാസം ഉണ്ടായി. ഇതെങ്ങനെയാ അക്കരെ പോവും? എങ്ങനെയാ ഈ ചെങ്കടലിന്റെ നടുക്കൂടെ അക്കരക്ക് കിടക്കാൻ പോവും? ആ ചെങ്കടലിന്റെ നടുക്ക് അല്ലെങ്കിൽ ആ സൈഡിൽ കൊണ്ടുവന്ന് ഞങ്ങളെ നിർത്തി അവിടെ നിൽക്കുകയാണ്. അവർ പുറകോട്ട് നോക്കുമ്പോ ആരാ വരുന്നത്? ശത്രു വരികയാണ്. ശത്രു സൈന്യം വരികയാണ്. എന്തിനാ വരുന്നത്? അവരെ കൊല്ലാൻ വരിക. അതെ, അവരെ കൊല്ലാൻ വരികയാണ്. പകൽക്കാലം ഞാൻ പറയട്ടെ, എത്ര ശക്തിയുള്ളവനാണെങ്കിലും നിന്നെ കൊല്ലാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ, നീ കർത്താവിന്റെ വകയാണെങ്കിൽ, നീ കർത്താവിന്റെ വകയാണെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ, നിന്നെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. മുമ്പിൽ വഴി ഇല്ലാതല്ല ദൈവം കൊണ്ടുവന്ന് നിർത്തിയത്. വഴിയുണ്ട്. വഴി കണ്ടച്ചാണ്, വഴി ഒരുക്കിയിട്ടാണ് ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. മോശ വഴി കണ്ടില്ല. മോശയ്ക്ക് എങ്ങനെ വഴി ഒരുക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ മോശയ്ക്ക് ഒന്നറിയാം, കർത്താവ് എന്നെ ആരാണോ അയച്ചത്, എന്നെ ആരാണോ ജനത്തെ നായകനായി നിന്ന് എവിടെ പാലും തേനും ഒഴുകുന്ന ആ കനാനിലേക്ക് പോകുവാൻ കൽപ്പിച്ചത്, ആ ദൈവത്തിനറിയാം എങ്ങനെ അവിടെ എത്തിക്കണമെന്ന്, എതിലെ കൂടെ ഒക്കെ കൊണ്ടുപോകണമെന്ന്, എവിടെയെല്ലാം വഴി തുറക്കണമെന്ന് എന്നെ അയച്ചവനറിയാം. ഓ പ്രൈസ് യു ജീസസ്. ദൈവത്തിന്റെ പൈതലെ, നിന്നെ അയച്ചവന്, നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ അറിയാം നിന്നെ ഏതു പാതയിൽ കൂടെ നടത്തണമെന്ന്. സ്തോത്രം. അവിടെ നിലവിളിക്കുന്ന മോശയോട് കർത്താവ് പറയാണ്, മോശേ, നിന്നെ ഞാൻ ഏൽപ്പിച്ച പടി എന്തി? നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ധൃതി പിടിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പം ഈ സാധനം എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞേനെ.
നീ തന്നതൊക്കെയാ കാര്യം ശരി, അത്ഭുതമൊക്കെ പ്രവർത്തിച്ചതാ കാര്യം ശരിയാ, പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് മാത്രമല്ല, ഇവരെ ഇവിടെ കിടന്നെല്ലാം കൂടെ പുറത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാനത് കുത്തിയോടിച്ച് കളഞ്ഞു. എൻ്റെ കൃപ ഞാൻ കളഞ്ഞെന്ന്. നമ്മളിങ്ങനെ കൃപ കളയുന്നവരുണ്ട് കേട്ടോ. ഭാര്യയോട് ദേഷ്യം വരുമ്പോൾ, ഭർത്താവിനോട് ദേഷ്യം വരുമ്പം, കുഞ്ഞുങ്ങളോട് ദേഷ്യം വരുമ്പോൾ ഒക്കെ നമ്മുടെ കൃപ കളയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കളയല്ലേ. വളരെ പ്രയാസപ്പെട്ട് വാങ്ങിയ കൃപയൊന്നും കളയരുത്. സ്തോത്രം. മോശയെക്കുറിച്ച് യഹോവയായ ദൈവം പറഞ്ഞൊരു സാക്ഷിയുണ്ട്. എന്തോ? എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യൻ ആരുള്ളൂ. പലപ്പോഴും വിചാരിച്ചു, ഈ പുള്ളി ഇത്രയും കർത്താവ് പറയത്തക്ക രീതിയിൽ എന്താ പുള്ളിക്ക് ഇത്ര സൗമ്യതയെന്ന്. കർത്താവ് എഴുതി കൊടുത്തതായ, തൻ്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്ത കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ച പാർട്ടിയാ. ആ പുള്ളിയോടാ പറഞ്ഞത്. ആ പുള്ളിയെ കുറിച്ചാ പറഞ്ഞത്. നമ്മളൊക്കെ കാണുന്നത് പോലെയല്ല, നമ്മൾ പുറമേ ഉള്ളതാ കാണുന്നത്. എന്ന കർത്താവ് അകത്തോട്ട് കയറിയിട്ട് അകത്ത് എങ്ങനെയിരിക്കുന്നെന്നുള്ളത് മനസ്സിലാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആ കർത്താവ് പറഞ്ഞത്, എൻ്റെ ദാസനായ മോശ സൗമ്യനാണ്. അവനെ എന്തിനാ ദേഷ്യപ്പെട്ടത്? ഇത്രയും അത്ഭുതങ്ങൾ കണ്ട, ഇത്രയും അവരെ നടത്തിക്കൊണ്ട് വന്ന ദൈവപ്രവൃത്തി കണ്ട ഈ മനുഷ്യൻ പിന്നെയും ദൈവത്തെ വിട്ട് പിശാചിനെ ആരാധിക്കുന്ന പോയത് കണ്ടപ്പോഴാ. സ്തോത്രം. ഈ പുള്ളിയ ഒരു പ്രാവശ്യം കർത്താവിന്റെ അടുക്കൽ ചെന്നേച്ച് അങ്ങ് നിന്നു. എന്നുവെച്ച് പറയാ, നീ അവരെ നശിപ്പിക്കരുത്. എന്നെ കൊന്നു അവരെ വിട്ടേരെ. സ്തോത്രം. നമ്മൾ വല്ലതും പറയുമോ? നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, അവന് രോഗം വന്നോട്ട് പോട്ടെ, അവന് ആ പ്രയാസം വന്നു പോട്ടെ, എനിക്കൊന്നും വരാതിരുന്നാ മതി. സ്തോത്രം. ഇല്ല, എൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം. നമ്മളൊക്കെ പുറത്തോട്ട് നോക്കി, പുറമേ നമ്മൾ നോക്കിയിട്ട് വിധിക്കും. ഓ, പുള്ളി മീശ വെച്ചിരിക്കുന്നു, പുള്ളി കളർ ഷർട്ടായിട്ടിരിക്കുന്നത്, വില കൂടിയ എന്തോ കാറ്. ഇതൊക്കെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചോണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബെൻസോ BMW എന്തോ ദൈവം തന്നാലും സ്വീകരിച്ചോണം. ഞാൻ ഒരുപാട് പ്രയാസത്തിൽ കൂടെ പോയ ആളാണ്. എനിക്ക് 4 സഹോദരന്മാരാണ്, 2 സഹോദരിമാരും. ഈ 5 പേരെക്കാട്ടിലും താഴെയായിരുന്നു ഞാൻ ഏറ്റവും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, അവരെക്കാട്ടിലും ഒരു പടി മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തി. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനത്തിലും പ്രതിഷ്ഠയിലും ഉറച്ചു നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിങ്ങളിൽ പലർക്കും എന്നെ അറിയത്തില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു മുന്നോട്ട് പോകാം. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പോയപ്പം കർത്താവിൻ്റെ ദാസൻ ഒരു കവറുമായിട്ട് എൻ്റെ അടുക്കൽ അയച്ചു. ഞാൻ പറഞ്ഞു, ഈ ഉപദേശി കവർ മേടിക്കാത്ത ഉപദേശിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉപദേശി എങ്ങനെ ജീവിക്കുന്നത്? ജോലി റിസൈൻ ചെയ്തേച്ച്
ഈ ഉപദേശം എങ്ങനെ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ജീവിക്കാൻ വേണ്ടിയതെല്ലാം ദൈവം തരും. നിന്റെ തീരുമാനമാണ് വലുത്. കർത്താവ് 84-ലാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ സമർപ്പിച്ച്. എന്നാൽ കർത്താവിനോട് അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യത്തിന് ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ ഇടവരരുത്. 10 വർഷം കൂടെ ജോലി ചെയ്തു. 94-ൽ എന്നോട് പറഞ്ഞു, മതി, നിർത്തിയേക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി എൻ്റെ ജോലി റിസൈൻ ചെയ്തു. അന്ന് എൻ്റെ വൈഫ് ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടേ ഇരിക്കുക പതോളജിയിൽ. ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. നിങ്ങളോട് പറയട്ടെ, അന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടാക്കുന്നതിൻ്റെ 4 ഇരട്ടി ഇന്ന് എൻ്റെ ഭാര്യ തന്നെ ഉണ്ടാക്കുന്നു. ദൈവം ആരാ? ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിങ്ങളോട് പറയാം, തീരുമാനത്തിൽ ഉറച്ചു നിന്നോണം. മറ്റൊരു മനുഷ്യന്റെ പോക്കറ്റിലിരിക്കുന്ന പണം നീ ആഗ്രഹിക്കാത്തിടത്തോളം കാലം നീ പണത്തിനു വേണ്ടി ശുശ്രൂഷിക്കാൻ ഇടവരാത്തിടത്തോളം കാലം. കർത്താവിന്റെ ദാസനോട് ഞാൻ പറഞ്ഞു, അർഹതയുള്ള എത്രയോ പേരുണ്ട്, അവർക്ക് അത് കൊടുക്കണം. അതുകൊണ്ട് ദൈവദാസന്മാരാരും മേടിക്കേണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ വാങ്ങിച്ചോട്ട്. എന്നാലും എൻ്റെ അഭിപ്രായം, ജീവിക്കാൻ പ്രാപ്തിയൊക്കെ ഉള്ളവരെ ഇതിൻ്റെ പുറകെ പോരുതെന്ന എൻ്റെ അഭിപ്രായം. എന്നാൽ ഞാൻ ഒരു തീരുമാനം ദൈവത്തോട് എടുത്തതാണ്. എൻ്റെ ആവശ്യത്തിന് അങ്ങയുടെ മുഖത്തേക്ക് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. കഴിഞ്ഞ 31 വർഷം ദൈവം എന്നെ ശ്രേഷ്ഠമായി നടത്തിയ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാനൊരു വീട് മാവേലിക്കര വെച്ചു. ജോലി റിസൈൻ ചെയ്തതിന് ശേഷമാണ്, ഓർത്തോണം, ജോലി റിസൈൻ ചെയ്തതിന് ശേഷമാണ് കർത്താവ് അങ്ങനെ ഒരു വീട് എനിക്ക് തന്നത്. ജോലി റിസൈൻ ചെയ്തതിന് ശേഷം കർത്താവ് എനിക്ക് ഓക്ലഹോമയിൽ കൊട്ടാരം പോലൊരു വീട് തന്നു. ഞാൻ വാങ്ങിച്ചു തന്നു, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കർത്താവ് തന്നു. അപ്പം കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നവർക്ക് ദൈവത്തിന് അറിയാം എങ്ങനെ കൊടുക്കണമെന്ന്. ഇല്ലേ? ദൈവത്തിന് എങ്ങനെ കൊടുക്കണമെന്ന്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യവും ചെന്നപ്പം ഒരു ബെൻസ് കാർ മേടിച്ച് എൻ്റെ ഭാര്യയ്ക്ക് പ്രസന്റ് കൊടുത്തേച്ചാ പോരുന്നത്. അവിടെ കാശ് തന്നെയാ. പക്ഷെ പുള്ളിക്കാർക്ക് അറിയത്തില്ല ബാങ്കിൽ കിടക്കുന്ന കാശ് എത്ര ഉണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം. പാവ ഒരു പെങ്കൊച്ച. ദൈവം ഇതെല്ലാം കണ്ടോണ്ടാ തരുന്നത്. എന്നാ വേണമെങ്കിൽ അമേരിക്കയിലാണ് തന്നെ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ, അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരമൊക്കെ ആകാം, എന്ന് ഉണ്ടാകാം. നോ. രാവിലെയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവിടെ എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയെ ദൈവം എനിക്ക് തുണയായി തന്നു. 31 വർഷം കൊണ്ട് എത്രയോ സഭകൾ അവിടെ എടുക്കുവാൻ, എത്രയോ വ്യക്തികൾ രക്ഷിക്കപ്പെടുവാൻ, എത്രയോ പേരെ സ്നാനപ്പെടുത്തുവാൻ, എത്രയോ വിവാഹങ്ങൾ നടത്തി കൊടുക്കുവാൻ, ശിശുക്കളെ സമർപ്പിക്കുവാൻ, ഭവനങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഹോളുകൾ പ്രതിഷ്ഠിക്കുവാൻ ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരിടത്തു നിന്നും ഒരു കവറ്
ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ വിവാഹം നടക്കുമ്പോഴാണ്. വിവാഹം നടത്തുന്നത് ഓരോരുത്തരുടെ ആസ്തിക്കനുസരിച്ച് തരും. ഞങ്ങളുടെ സെന്ററിലൊക്കെ അവർ പറയും, ജിജി പാസ്റ്ററെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വലുപ്പം ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണിക്കണ്ട, ആ വലുപ്പത്തിന് കാശ് മേടിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞു. ഒരിക്കൽ വിവാഹത്തിന് ഞാൻ ചെന്നപ്പോൾ ഞാൻ എൻ്റെ തീരുമാനത്തെ പറയാൻ ഉദ്ദേശിക്കുക. ഒരിക്കൽ ചെന്നറിഞ്ഞേ തലേ ദിവസം ആ വിവാഹം കഴിക്കാൻ വരുന്നതായ പെൺകുട്ടി കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അവരുടെ കഴുത്തിൽ ഒരു ചെറിയ മാല കിടപ്പുണ്ട്. പാസ്റ്റർ വന്നിച്ച് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന പോലൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് കല്യാണമല്ലയോ, 9 മണിയാകുമ്പോൾ ചെറുക്കനും പെണ്ണും എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അവർ വന്നു. നന്നെ ഞാൻ ചോദിച്ചു, ഈ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഈ ആഭരണം ഈ മാല നിനക്ക് ഊരുന്നതിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിലേ ആരും എന്നോട് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ആഭരണം ഇടുന്നത് മാല ഇടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരും ചിന്തിക്കരുത്. പക്ഷേ ഒരു പെന്തക്കോസ് സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് IPCയിൽ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവരെന്നെ ചോദ്യം ചെയ്യുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് വേണമെങ്കിൽ ഇട്ടോ, വിവാഹത്തിന് നീ ഒരുങ്ങി വരുമ്പോൾ ആഭരണം ഒന്നും പാടില്ല. വിവാഹം കഴിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എടുത്തിട്ടോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ ആഭരണമൊക്കെ ഊരുന്നത് അവരവരുടെ തീരുമാനം. അത് വിശുദ്ധിയുടെ പ്രമാണമാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വിശുദ്ധിയുടെ പ്രമാണമാണെന്നുണ്ടെങ്കിൽ പാച്ചി കെട്ടാൻ പാടില്ല, നല്ല ചെരുപ്പിടാൻ പാടില്ല, നല്ല ഷർട്ട് പോലും ധരിക്കാൻ പാടില്ല. 200 രൂപയ്ക്ക് 300 രൂപയുടെ ഒരു ഷർട്ടും ഒക്കെ മേടിച്ചിട്ട പറയാം. ഇതിന് 1200 രൂപയുടെ ഷർട്ട് മേടിച്ചിട്ടുന്ന്. അതൊന്നും അല്ല. യോഗ്യമായ വസ്ത്രധാരണം വേണം നമുക്കെല്ലാവർക്കും. യോഗ്യമായ വസ്ത്രധാരണം, അത് കളറാണെങ്കിലും ഏതാണെങ്കിലും. ഞാൻ ഒരു ദിവസം കോഴിക്കോട്ടു നിന്ന് ട്രെയിൻ കയറിയപ്പം എൻ്റെ കമ്പാർട്ട്മെന്റിൽ തന്നെ ഇന്ന് മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ ഒരു പുസ്തകമൊക്കെ വായിച്ച് കിടന്നുകൊണ്ടിരിക്കുക. എനിക്ക് താഴത്തെ സീറ്റാണ്. അപ്പം ഞാൻ വന്ന് പെട്ടിയൊക്കെ വെച്ചു, ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടുകൊണ്ടിരുന്നപ്പം ഞാനൊന്ന് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ പുള്ളി മേളിലിങ്ങനെ എന്നെ നോക്കി. എന്നോട് ചോദിച്ചു, എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, മാവേലിക്കരയ്ക്ക. പാസ്റ്റർ അല്ലേ? അല്ല, അങ്ങനെ ഫാദർ അല്ലേ എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ഒരു ഹാഫ് കൈ കതർ ഷർട്ടും ഒക്കെ ഇട്ട്, കളർ ഷർട്ടും ഒക്കെ ഇട്ടേക്കുക. എന്നോട് ചോദിച്ചു, ഫാദറാണോ? ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഷർട്ടിന്റെ കെയർ ഓഫ് ആണോ? അല്ല, നിന്റെ മുഖം നോക്കിയാ പറയും. നീ ആരാണെന്ന് മുഖം നോക്കി പറയണം. അതാണ് ഒരു ദൈവ പൈതൽ. ദൈവത്തെ എത്രയോ തവണ മിക്കവാറും ഈ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇവിടുന്ന് കോഴിക്കോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ഇവരൊക്കെ കാണുന്ന ഈ മന്ത്രിമാരും MLA മാരും ഒക്കെ കാണുന്ന ഒരു രീതിയാണ്. ഒരിക്കൽ മാർത്തോമയിലെ ഒരു തിരുമേനി, മലബാറിലെ ബിഷപ്പാണ് അദ്ദേഹം എന്നോടൊപ്പം കയറി. ഞങ്ങൾ രണ്ടുപേരും ഒരു ബോഗി, ഈ പറഞ്ഞ പോലെ ഒരു ബോഗി തന്നെയാണ്, ഒരു കമ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അദ്ദേഹം അപ്പുറത്തെ സൈഡിലും ഞാൻ ഇപ്പുറത്തെ സൈഡിലും. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, അച്ഛനാണോ? ഞാൻ പറഞ്ഞു, അച്ഛനല്ല, പാസ്റ്ററാണോ. അതാ ഞാൻ മീൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ കാണുന്നവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. നമ്മുടെ
അകത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പുറമേ ഉള്ളതല്ല, അകത്ത് ശോധന ചെയ്യുന്ന ആരാ? കർത്താവ്. ഈ കർത്താവ് നമ്മെ തൻ്റെ രക്തമൂറ്റി തന്ന് വിലയ്ക്ക് വാങ്ങിയതാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയട്ടെ, ആ ദൈവത്തെ വേദനിപ്പിക്കല്ല. നമ്മുടെ അപ്പനോ അമ്മയോ അവരുടെ രക്തം കൊടുത്ത് വാങ്ങിയതല്ല. കർത്താവായ യേശു രക്തം തന്ന് നമ്മെ വാങ്ങിയതാണെങ്കിൽ ആ യേശുവിനെ ഒരിക്കലും വേദനിപ്പിക്കൽ. 119 സങ്കീർത്തനം അതിന്റെ 4 വാക്യം എളുപ്പം വായിച്ച്. 119:4. കൃത്യമായി ആചരിക്കേണ്ടതിനാ ദൈവം അത് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന, അത് കൃത്യമായി നമ്മൾ ആചരിക്കണം. കൃത്യമായി. നിങ്ങളോട് ഞാൻ പറയട്ടെ, അനുഭവം പറഞ്ഞല്ലോ, എത്രയോ അപകട വേളകളിൽ ഞാൻ തരണം ചെയ്ത വ്യക്തിയാണെന്നറിയാം. കർത്താവിന്റെ ദൂതന്മാരെ കരം പിടിച്ച് വീഴാതെ നിർത്തിയ സന്ദർഭം എൻ്റെ, എന്നെ താങ്ങിയ സന്ദർഭം എൻ്റെ മുമ്പിലുണ്ട്. എനിക്കെതിരായി ഞാൻ ഇടിഞ്ഞല്ലത്തെ ചർച്ചിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSകാരും BJPക്കാരും കുറുവടിയുമായി ആ ഹോൾ വളഞ്ഞ് അകത്ത് കയറി ഞങ്ങളെ എല്ലാവരെയും ഉപദ്രവിക്കാൻ കടന്നു വന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് തടഞ്ഞവിടെ നിർത്തി. സ്തോത്രം. എന്നിട്ട് അവർ പറഞ്ഞു, അവരുടെ ലീഡർ പറഞ്ഞു, ആ ജനലിൻ്റെ അവിടോട്ട് വന്നേച്ച് പറഞ്ഞു, ഞാൻ ഇതുപോലെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഒരു ഇച്ചിരി സൗണ്ട് കുറയ്ക്കാവോ? നിങ്ങളെ അടിക്കാൻ വന്നത്, പാസ്റ്ററെ ഇച്ചിരി സൗണ്ട് കുറയ്ക്കാവോ? ഞങ്ങൾ അവിടെ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ നിർത്തും, ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞങ്ങൾ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. അയ്യോ, നിർത്തണ്ട, ഇച്ചിരി സൗണ്ട് കുറച്ചാൽ മതി. അവർ പോയിച്ച് അന്ന് രാത്രി ആ പാസ്റ്ററുടെ ഭാര്യയുടെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, നിങ്ങളെല്ലാം അടിക്കഞ്ഞ് അവർ വന്നതാ, പക്ഷെ അവിടെ വന്നപ്പം നിങ്ങളുടെ ഓളിനകത്ത് ഒരു വലിയ തേജസ്, അതിന്റെ മധ്യത്തിൽ ഒരു വലിയ മനുഷ്യൻ അവിടെ നിൽക്കും. മനുഷ്യനെ തേജസ്സേറിയ വസ്ത്രം കണ്ടപ്പോ അവർ ഭയന്നു പോയെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, എന്നെയും നിന്നെയും സൂക്ഷിക്കാൻ ദൈവം ഇറങ്ങി വരും. ദൂതനെ മാത്രമല്ല, ദൈവം ഇറങ്ങി വരുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. പല തവണ ഞാൻ വയനാട്ടിലാണ് കൂടുതൽ സമയവും എൻ്റെ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ ആണെങ്കിൽ ഈ കത്തോലിക്കക്കാരെന്ന് പറയുന്നത് യാതൊരു വിവരവും ഇല്ലാത്തവരാ. നമ്മുടെ ഇവിടുന്ന് പോയ അച്ചായന്മാരാണ് കുടിയേറി പാർത്തതെന്ന്. എന്നാൽ അന്നത്തെ കാലത്ത് അവർ കുടിയേറി പാർത്ത് 10,000 1000 ഏക്കർ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും പിന്നെ ഏലത്തോട്ടവും, ഇതൊക്കെ കുരുമുളക്, ഇതൊക്കെ ഒരാള് പറഞ്ഞ് എന്ന് ഞാൻ കേട്ടതാണ് അവിടെ പറഞ്ഞത്. കുരുമുളക് ചാക്ക് നിറച്ച് ഗോഡൗണിൽ ഇട്ടേച്ച് പറയുക, ഇനി 10 വർഷം ഞാൻ കൃഷി ചെയ്തില്ലെങ്കിലും എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ ഗോഡൗണിലുണ്ടെന്ന്. 10 വർഷം. അതുപോലെ ദൈവം അനുഗ്രഹിച്ച വ്യക്തി ദൈവത്തെ മറന്നുപോയി. നിങ്ങൾക്കറിയണമോ, 6 വർഷം കുരുമുളകിൽ ഒരു തരി വീണില്ല. അഹങ്കരിച്ചതിന്റെ ഫലമായി. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അന്നേരമാ ഇതുപോലെ ഈ ന്യൂസ് ഞാൻ കേൾക്കുന്നത്. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നത്
ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ താഴ്മ ധരിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് കർത്താവിന്റെ ദാസനോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ഞാൻ ഈ മേടിക്കാത്ത ഒരു കവർ മേടിക്കാത്ത ഒരു ഉപദേശിയാണെന്ന് പറയാൻ കാരണം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തില്ല, ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ല. എനിക്ക് തന്നത് കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കിയപ്പം പരിശുദ്ധാത്മാവ് തന്നതാണ്. അതൊരു ഫീസും കൊടുക്കാതെ ഞാൻ പ്രാപിച്ചതാ. കർത്താവിൻ്റെ ദാനമാ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ ദാനമാ. സകല കൃപാവരങ്ങളും കർത്താവിൻ്റെ ദാനമാ. ഇത് ബിസിനസ് ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഫ്രീ ആയിട്ടല്ലേ കൊടുക്കേണ്ടത്. ഇവിടെ ഗ്രോ ഗോ ഗീവ്. ഗ്രോ എന്തുവാ? നമ്മൾ പ്രാപിക്കണം, വളരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോകണം. എന്തിനാ പോകുന്നത്? കൊടുക്കാൻ. സ്തോത്രം. ഇതാണ് നമ്മുടെ ജോലി. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ പോയി അർഹതയുള്ളവർക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കുക. ഞാൻ വാങ്ങിക്കുന്നില്ല എന്ന് കരുതി കൊടുക്കാതിരിക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്ന ആളാ. കാരണം കർത്താവ് തന്നിട്ടുണ്ടല്ലോ, പിന്നെ കൊടുക്കരുത്. കർത്താവ് തന്നാ കൊടുത്തോണം. അതേതുവാണെങ്കിലും. ആരും, ഞാൻ ഷിക്കാഗോയിലായിരുന്ന സമയത്തുണ്ട്, എൻ്റെ ആരംഭകാലങ്ങളിൽ, അന്ന് ഞാൻ ബാച്ചിലറാണ്, വിവാഹം കഴിച്ചിട്ടില്ല, 23 വയസ്സേ ഉള്ളൂ. അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബസ് സ്ട്രൈക്ക് ചെയ്തു. 2 ആഴ്ച ബസ്സില്ല, ട്രെയിനില്ല. നേഴ്സുമാർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അന്ന് 2 പേർക്ക് ഞങ്ങളുടെ ഫ്ലാറ്റിൽ, അപ്പാർട്ട്മെൻറ്റിൽ കാറുള്ളവരുള്ളൂ. ഒന്ന് എൻ്റെ ഫാദറിനും മറ്റൊരു ആളിനും. ഈ 2 കാറ് എൻ്റെ ജോലിയാ ഡ്രൈവ് ചെയ്ത് ഈ നേഴ്സസിനെ എല്ലാം, ഒരു 10-40 നേഴ്സസ് ഉണ്ട് ആ ബിൽഡിങ്ങിൽ, ഇവരെ എല്ലാം ജോലിക്ക് കൊണ്ടുവിടണം. അത് രാത്രി പോകുന്നവരുണ്ട്, ഈവനിങ് പോകുന്നവരുണ്ട്, ഡേ പോകുന്നവരുണ്ട്. എൻ്റെ ജോലി, അന്ന് ഞാൻ ജോലി ചെയ്യുന്നില്ല, വന്നതേ ഉള്ളൂ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജോലി 3 ഷിഫ്റ്റ് ആൾക്കാരെ കൊണ്ടുവിടുക, രാവിലെ കൊണ്ടുവിട്ടേച്ച് രാത്രി ജോലി ചെയ്തവരെ തിരിച്ച് പിടിക്കൊണ്ടുവരിക. ഉച്ചയ്ക്ക് 3 മണിക്ക് ആളുകളെ കൊണ്ടുവിട്ടിട്ട് രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞവരെ പിക്ക് ചെയ്തുകൊണ്ട് വരിക. വൈകിട്ട് 11 മണിക്ക് വീണ്ടും അടുത്ത ഷിഫ്റ്റിനെ കൊണ്ടുപോവുക, ജോലി കഴിഞ്ഞ ഷിഫ്റ്റിനെ തിരിച്ചു കൊണ്ടുവരിക. എനിക്കൊന്നും നഷ്ടം വന്നില്ല, ഒരു നഷ്ടവും ഉണ്ടായില്ല. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ദൈവം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവർ നല്ലവണ്ണം പണം ഉണ്ടാക്കി സമ്പാദിച്ചു. അവർ പറയുന്നത്, കുഞ്ഞുങ്ങൾ പറയുന്നത്, ഡാഡി എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി, അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാന്ന്. ഇതിൽ കൂടുതൽ അനുഗ്രഹം എന്തുവാ നമുക്ക് വേണ്ടിയത്? നമ്മെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഭാര്യ, നമുക്ക് വേണ്ടി കരുതുന്ന 2 കുഞ്ഞുങ്ങൾ. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടിയത്? 31 വർഷത്തിന് മുമ്പ് ഇത് വല്ലതും കണ്ടാച്ചാന്ന് ഇറങ്ങിയത് അല്ല. ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്നോ, പറ്റി നിന്നോ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും പറഞ്ഞാൽ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്. ഒരു പൈസ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിലും ദൈവം ഓരോ ദിവസവും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വേണ്ടപ്പാ, ദൈവത്തിന്റെ കൃപ മതി. ഇവിടെ പാട്ട് പാടിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി.
എനിക്ക് പാട്ട് പാടാൻ വലിയ കൃപയില്ല. ഞാൻ കൂട്ടത്തിൽ പയ്യെ സൗണ്ട് എടുക്കത്തുള്ളൂ. കാരണം എൻ്റെ പാട്ട് നല്ല പാട്ടുകാരുടെ ആ പാട്ടിനെ പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെറിയ സൗണ്ടിൽ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ പാട്ട് പാടുന്നവരോട് അസൂയോ കുശുമ്പോ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടുന്നവരെ. എന്താണെന്നറിയാമോ? എനിക്കില്ലാത്ത കൃപയുണ്ടല്ലോ. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പം അതുകൂടെ എനിക്ക് കിട്ടിയതെങ്കിൽ ചിലപ്പം പ്രസംഗിക്കാൻ സമയം കിട്ടത്തില്ല. ഞാൻ പാടിക്കൊണ്ടങ്ങ് നടന്നേനെ. ഇവിടെ നിന്നെ വിളിച്ചത് പ്രസംഗിക്കാനാ, ശുശ്രൂഷിക്കാനാ. പാട്ട് പാടാൻ കഴിവുള്ളതിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കൃപ കൊടുത്തിട്ടുണ്ട്. അവരത് ചെയ്തോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കണം. നമ്മൾ ആ 4-ാം വാക്യം മുമ്പേ വായിച്ചല്ലോ. അടുത്തൊന്ന് വായിച്ചേ, 119 5-ാം വാക്യം വായിച്ചാട്ടെ. കണ്ടോ? കർത്താവിന്റെ ചട്ടങ്ങളെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നടപ്പ് ശരിയാക്കണം കേട്ടോ. നടപ്പ് ശരിയാക്കാതെ കർത്താവിന്റെ കൽപ്പന നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. എന്നാ കർത്താവിന്റെ കൃപ കിട്ടിയിട്ട് നടപ്പ് ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തുമില്ല. ആദ്യം നടപ്പൊന്ന് ശരിയാക്കിക്കേ. നടപ്പ് ശരിയാക്കിയാൽ ദൈവം കൃപ തരും, നിന്റെ വഴി നേരെയാകും. അടുത്തത് കണ്ടോ? ആറാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. 6-ാം വാക്യം. കണ്ടോ? നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം കാലം. ഞാൻ പറയട്ടെ, 31 വർഷം ഈ ശുശ്രൂഷ ചെയ്തിട്ട് ഒരിടത്തും ആരുടെ മുമ്പിലും തലകുനിക്കുവാൻ, ലജ്ജിക്കുവാൻ ദൈവം ഇടയാക്കാതിരുന്നത് കവറ് മേടിച്ചത് കൊണ്ടല്ല, കവർ മേടിക്കാതിരുന്നത് കൊണ്ടല്ല, കൃത്യമായി ദൈവത്തിന്റെ ചട്ടങ്ങൾ പ്രമാണിച്ചത് കൊണ്ടാണ്. സ്തോത്രം. ദൈവം എന്നെ അനുഗ്രഹിച്ചത് പ്രമാണത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ്. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ്. സ്തോത്രം. നമ്മളൊന്ന് ഉറച്ചു നിന്നേ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അനുഭവത്തിന്റെ പറഞ്ഞല്ലോ ഒത്തിരി കഷ്ടപ്പെട്ട ആളെന്നാണ്. കാരണം എൻ്റെ സഹോദരങ്ങളിൽ ഞങ്ങൾ ഈ സഹോദര സ്നേഹമുള്ളവരാ. അപ്പം അന്ന് ഏറ്റവും ലോ ഇൻകം എനിക്കായതുകൊണ്ട് ഇവരുടെ എല്ലാം സ്നേഹം കൂടുതൽ പറ്റിയത് ഞാനാ. ഞങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയാൽ, ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞാൻ പേ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവരാരെങ്കിലും അങ്ങ് പേ ചെയ്യും. ഞാൻ പറയുക, ഇന്ന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ വേണ്ട, നീ കൊടുക്കണ്ട. ഇങ്ങനെ ഞാൻ അനുഭവിച്ചതായ അനുഭവങ്ങളുണ്ട്. എന്നാൽ ഞാൻ ആരംഭകാലങ്ങളിൽ എൻ്റെ പേയ്മെൻ്റ് അയക്കാൻ ബുദ്ധിമുട്ടിയ കാലവും ഉണ്ട്. നിങ്ങളോട് അതോടെ അങ്ങ് പറഞ്ഞേച്ചങ്ങ് പോകാം. 2 മാസം അടുപ്പിച്ച്, കൂടുതലൊന്നുമില്ല, $50 $50 കൂടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആ മാസത്തെ പേയ്മെൻ്റ് എല്ലാം പോകത്തുള്ളൂ. എൻ്റെ സഹോദരനോട് മിണ്ടിയാൽ മതി. അന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞാൽ മതി, മദറിനോട് പറഞ്ഞാൽ മതി. മദർ ജോലിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മദറിൻ്റെ കയ്യിൽ എപ്പോഴും കാശ് കാണും. കാരണം ഈ പിള്ളേരെല്ലാം കൊടുക്കുന്നതാണ്. ചോദിച്ചാൽ അന്നേരം എടുത്തു തരും. ഞാൻ എൻ്റെ ഭാര്യ എടുത്ത് വന്നിച്ച് പറഞ്ഞു, കുഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് ദശാംശത്തിൻ്റെ പൈസ ഇരിപ്പിട്ടുണ്ടല്ലോ, അതിലൊരു $50 ഇങ്ങോട്ട് എടുക്കുക. അടുത്ത മാസം
നമുക്ക് ചെക്ക് കിട്ടുമ്പം ഇതൂടെ ചേർത്ത് അങ്ങിട്ടാൽ മതിയല്ലോ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ പോക്കറ്റിൽ കൈയിടരുത്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്ന് വരെ ദശാംശം ദൈവത്തിന് പൂർണ്ണമായി കൊടുത്തുകൊണ്ട്, അതിനപ്പുറം കൊടുത്തുകൊണ്ട്, കൂടുതൽ ആൾക്കാരെ ദാസൻ അറിയാവോ എന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ പെങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ അറിയാമല്ലോ. അനേകരെ 26 പേരെ കുഞ്ഞുങ്ങളെ BSc നേഴ്സ്, MBA, ലോയേഴ്സ്, ഒരു കൊച്ചിനെ PhD, ഇത്രയും 26 കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിയോ. ഒരു കുട്ടിക്ക് എത്ര ലക്ഷമാണ് ഒരു മാസം വേണ്ടിയെന്ന്. ഇന്ന് ഒരു BSc നേഴ്സ് പുറത്ത് ഇറങ്ങി വരണമെങ്കിൽ 10-12 ലക്ഷം രൂപ വേണം. ഇങ്ങനെയുള്ള 26 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇളയ സിസ്റ്ററും അളിയനും അവരുടെ ജോലി കളഞ്ഞേച്ച് അവനെ ഒരു ഡെൻ്റൽ ഡോക്ടറാണ്, സ്വന്തമായി ക്ലിനിക്ക് ഉണ്ടായിരുന്നതാണ്, അതെല്ലാം കളഞ്ഞ്. എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബാങ്കിലെ ഏറ്റവും ടോപ്പ് ഓഫീസറായിരുന്നു, ക്യാപിറ്റൽ വണ്ണിൻ്റെ ഏറ്റവും ടോപ്പ് ഓഫീസറാണ്. അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നേച്ച് കർത്താവിൻ്റെ വേല അനേക കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ ദൈവം മാനിക്കും. ദൈവം മാനിക്കും. ദൈവം തൻ്റെ കരം ആ വിഷയത്തിൻ്റെ മേൽ നീട്ടുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മോശയെ, നിന്നെ ഞാൻ കൊണ്ടുവന്നത് ഇവിടെ ചെങ്കടലുണ്ടെന്ന് അറിഞ്ഞോണ്ടാ. ചെങ്കടലിന്റെ അപ്പുറത്ത് നിന്നെ കടത്തിവിടാൻ എനിക്കറിയാം. പക്ഷെ ചെങ്കടൽ കണ്ട് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. സ്തോത്രം. ആ ചെങ്കടൽ കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന എന്റെ ദാസിയെ, നിനക്ക് വേണ്ടി ഞാൻ ചെങ്കടലിനെ തുറക്കാൻ പോകുക. ചെങ്കടലിനെ രണ്ടായി പിളർന്നുകൊണ്ട് നിന്റെ വിഷയത്തിന് മേൽ ഞാൻ മറുപടി തരാൻ പോകുകയാണ്. ലോകത്തിലൊരു മനുഷ്യനും ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നീ മോശയുടെ കയ്യിലിരുന്ന വടി ദിവസങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന വടിയായി ഞാൻ രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. നീട്ടിക്കോ, നിന്റെ വിശ്വാസത്തിന്റെ കരം നീ നീട്ടിക്കോ. ആ വിഷയത്തിന് മേൽ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കും. നിയമം എതിരായി നിന്നാലും ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ അത് മാറിപ്പോകുവാനിടയായി തീരും. ദൈവം ഒരു വഴി തുറക്കും, അക്കരെ ചെല്ലും. ദൈവം ആഗ്രഹിച്ചതുപോലെ കനാൻ ദേശം കാണും. ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹം അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മോശ വടി നീട്ടിയപ്പോൾ എന്തുണ്ടായി? ചെങ്കടൽ രണ്ടായി പിളർന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയല്ലേ ഉണ്ടായത്. മോശ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. ദൈവത്തിന് അറിയാം, ഇത് എൻ്റെ ജനത്തെ ഞാൻ കാണിക്കാനാണ് ഞാൻ അവിടെ കൊണ്ടുവന്നത്. എൻ്റെ ജനത്തെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി, ഞാൻ ആരാണെന്ന് അറിയിക്കാൻ വേണ്ടി, സ്തോത്രം, ഞാൻ കൊണ്ടുവന്നതാണ്. എസ്തർ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എന്നാലും എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ രാജാവിൻ്റെ അടുക്കൽ ചെല്ലും എന്ന് തീരുമാനിച്ച് ഒരുങ്ങി ഉപവാസം കഴിഞ്ഞ്
രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചെങ്കോൽ രാജാവ് എസ്തേറിന് മുമ്പിൽ നീട്ടുവാനിടയായി തീർന്നു. സ്തോത്രം. രാജാവ് ഈ ചെങ്കോൽ എസ്തേറിന് മുമ്പിൽ നീട്ടിയില്ല എങ്കിൽ എസ്തേർ മരിക്കപ്പെടും. ഒരിക്കലും എസ്തേർ ജീവിച്ചിരിക്കത്തില്ല. എന്നാൽ ഉപവാസ പ്രാർത്ഥന അതിന്റെ ശക്തി അറിയാവുന്ന എസ്തേർ രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ നിയമപ്രകാരമല്ലെങ്കിലും എസ്തേറിനു വേണ്ടി പൊൻചെങ്കോൽ നീട്ടിയതുപോലെ നിനക്ക് വേണ്ടി നിയമത്തിനെതിരായി ഒരു പൊൻചെങ്കോൽ യഹോവയായ ദൈവം നിനക്ക് അനുകൂലമായി നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ നീ ഒരിക്കലും മറുപടി കിട്ടാൻ സാധ്യതയില്ലെന്ന് കരുതിയിരിക്കുന്ന വിഷയത്തിന് മേൽ യഹോവയുടെ കരം നീട്ടാൻ പോകുകയാണ്. യഹോവ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പകൽക്കാലം വിശ്വസിച്ചു. ദൈവത്തിന്റെ നീതിയുള്ള കരം നിനക്ക് വേണ്ടി നീട്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നീ കാണും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 113 സങ്കീർത്തനം ഒന്ന് എടുത്ത് എളുപ്പന്ന് അതിന്റെ 7 വാക്യം ഒന്ന് വായിച്ചു. എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. നമ്മുടെയൊക്കെ വിചാരം വലിയ വിദ്യാഭ്യാസമോ വലിയ കുടുംബത്തില് ഒക്കെ ഉണ്ടെങ്കിൽ എന്തേലുമൊക്കെ ആയിത്തീരാൻ പറ്റുമെന്നാ. ഒന്നുമല്ല. ഞങ്ങളുടെ കറ്റാണത്ത് നല്ല പഴയ കുടുംബം, ഞങ്ങളുടെ തറവാട്ട് പോലെ തന്നെ ശ്രേഷ്ഠകരമായ കുടുംബമാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കാലത്തെ ധനാഢ്യരായ ആ കുടുംബത്തിൽ ഒരെണ്ണം പോലും ഒരു ആൺതരി ഇപ്പൊ ഉണ്ട്. പക്ഷപാതം വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുക. വേറെ ഒരു ആൺതരി പോലും അവരുടെ ജനറേഷൻ ഇല്ല. കുടുംബത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. എന്നാ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം കരുതി വെക്കും. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. അടുത്ത പദം ഒന്ന് കേട്ടോണേ. അടുത്തത് കണ്ടോ? നമ്മള് അങ്ങനെയുള്ളവരെയൊക്കെ സാധാരണ ഒരു അവജ്ഞതയോടെയാണ് നോക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞത് എന്തോ, ദൈവവചനം എന്തോ പറഞ്ഞത്, ഞാൻ അവരെ മക്കളുടെ അമ്മയാക്കും. ഒരിക്കലും ഒരിക്കലും സാധ്യതയില്ലാത്തത്, സ്തോത്രം, ഒരിക്കലും ഒരിക്കലും സാധ്യതയില്ലെന്ന് പറയുന്ന വിഷയത്തിന് മേൽ അവരേത് വിഷയത്തിനാണ് ഭാരപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന് പരിഹാരം കൊടുക്കുമെന്ന്. സ്തോത്രം. നിങ്ങളൊന്ന് നോക്കിക്കേ, അബ്രഹാമിന് ഇസ്ഹാക്ക് ഉണ്ടാകുന്ന എത്രാമത്തെ വർഷമാണ്? കുഞ്ഞ് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സാണ്. 100 വയസ്സ്. സാറായിക്ക് എത്ര ഉണ്ട്? 90 വയസ്സ്. സഹോദരിമാരെ,
90 വയസ്സുള്ള ഒരമ്മച്ചി പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. എന്നാ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അല്ല. ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു യൗവനക്കാരന് വിവാഹം കഴിച്ചു. 9 വർഷം കുഞ്ഞുങ്ങളില്ല. എല്ലാവരും വലിയ പ്രാർത്ഥനയാണ്. കർത്താവ് കൊടുത്തപ്പം 3 എണ്ണത്തിന് ഒന്നിച്ചം കൊടുത്തു. ആ 3 മക്കളും അടുത്ത വർഷം ഗ്രാജുവേറ്റ് ചെയ്യുക, ഡോക്ടർ, MD. കണ്ടോ? 3 കുഞ്ഞുങ്ങളെ കൊടുത്തെന്ന് മാത്രമല്ല, ദൈവം അനുഗ്രഹിച്ചങ്ങ് കൊടുത്തു. ദൈവം വല്ലതും തന്ന അനുഗ്രഹിച്ചങ്ങ് തരും. സ്തോത്രം. ഞാൻ കോഴിക്കോട് ഒരു യോഗത്തിൽ തമ്പുരാൻകൊല്ലി എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻകൊല്ലി എന്ന് പറയുന്ന ഒരു കാടിനകത്തൊരു സഭയുണ്ട്. ആ സഭയിലെ ഉള്ളതായ വിശ്വാസികൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശ്വാസികളാണ് അവർ. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അവരെ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ കർത്തദാസന്മാരെ സ്നേഹിക്കുന്നത്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ 4 വീൽ ജീപ്പ് ഉണ്ടല്ലോ, അത് മാത്രം അങ്ങോട്ട് പോകത്തില്ല. നമ്മുടെ കാറൊന്നും പോകത്തില്ല. 4 വീൽ ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. വലിയ പാറ ഇങ്ങനെ കയറിയാ പോകുന്നത്. അവിടെ ഒരു ദിവസം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുക. അന്ന് എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ, ഇവിടെ ഒരു കപ്പിൾ ഇരിപ്പുണ്ട്, 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, അച്ഛനെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു? പറഞ്ഞു, വെളിപ്പാടി കണ്ടതാ. അത് സത്യമാണെന്ന് അറിയണമല്ലോ. ഞാൻ ചോദിച്ചു, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു 7 വർഷം എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ധൈര്യം കൂടി. ഞാൻ പറഞ്ഞു, 7 വർഷമായിട്ട് വിവാഹിതയായിട്ടും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ഒരു കപ്പിളിനെ ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ആരാന്ന് ചോദിച്ചു. ആ ഹോളിൻ്റെ നടുക്കുന്ന് ഭാര്യയും ഭർത്താവും ചാടി എഴുന്നേറ്റു. സ്തോത്രം. ദൈവാത്മാവ് എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ അത് പരിഹാരം വരുത്താനാ, ഇല്ലെങ്കിൽ ഒരിക്കലും വെളിപ്പെടുത്തത്തില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊടുത്തേച്ച് ഞാൻ പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ ചേച്ചി പറഞ്ഞു, പാസ്റ്ററെ, ചായ നമ്മളവിടെ വെച്ച് പ്രാർത്ഥിച്ച ആ കൊച്ച് പ്രഗ്നന്റാ. ഞാൻ നിലമ്പൂര് ഒരു കൺവെൻഷന് ചെന്നപ്പോൾ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ അപ്പനും അമ്മയും ഈ കൊച്ചിനെയും കൊണ്ട് അവിടെ വന്നു. എന്നെ കാണിച്ചു. 3 വയസ്സ് പ്രായം. എന്നോട് ചോദിച്ചു, എന്നെ അറിയാവോ? പറഞ്ഞു, ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. ഈ പൈതലിന് വേണ്ടിയാണ് 3 വർഷത്തിന് മുമ്പ് പാസ്റ്ററും ഭാര്യയും പ്രാർത്ഥിച്ചത്. അതിനുശേഷം 2 കുഞ്ഞുങ്ങൾ കൂടെ അവർക്കുണ്ടായി. അവർക്ക് 3 കുഞ്ഞുങ്ങൾ ഇന്ന് ദൈവം നൽകി കൊടുത്ത് അവർ സന്തോഷമായി ജീവിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഇതാ, മോശയെ നീ അനുസരിച്ചാൽ മാത്രം മതി. ചെങ്കടലിനെ പിളർത്തുന്ന കാര്യം അതെന്റെ ജോലിയാണ്, അതെന്റെ ശക്തിയാണ്. സ്തോത്രം. നീ എന്ത് ചെയ്യണം? നീട്ടാൻ പറഞ്ഞാൽ നീട്ടിക്കോണം, വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിച്ചോണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോണം, കൽപ്പന അനുസരിക്കാൻ പറഞ്ഞാൽ കൽപ്പന അനുസരിച്ചോണം. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സ്തോത്രം. 1 മണിക്ക് പോലെ
1 മണിയാവുന്ന തന്നെ ഒരു 10 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക് തന്നിട്ട് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പം സമയം കൂടെ മുന്നോട്ട് പോയിട്ട് കഴിയാം. പിന്നെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലൊന്നും തൊട്ടില്ല ഇതുവരെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൂത് പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. സമയമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ 4 മണി ആയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമുക്ക് പോകാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയല്ലേ അല്ലേ? നിങ്ങൾ എത്ര പേര് ഉപവാസത്തോടെ ഇരിക്കുന്നു? സ്തോത്രം. ഞാൻ ഉപവാസത്തോടാ. നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാവുന്നേ. ഞാൻ ഈ ശുശ്രൂഷിക്കുമ്പോൾ ഞാനും പ്രാപിച്ചുകൊണ്ടിരിക്കുക. അറിയാവോ? നിങ്ങൾ അറിയാത്ത ബലം ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക, ആരോഗ്യം ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതാണ് പ്രത്യേകത. അല്ലാതെ ഉപദേശി പ്രസംഗിക്കാനും നിങ്ങളൊക്കെ കേൾക്കാനും പുള്ളി പ്രസംഗിച്ചയച്ച് കാശും മേടിച്ച് പോകാനും അല്ല. നമ്മൾ ഒന്നിച്ച് പ്രാപിക്കുക, ഒന്നിച്ച് ദൈവത്തെങ്കിൽ നിന്ന് അനുഗ്രഹങ്ങൾ നാം പങ്കിടുകയാണ്. സ്തോത്രം. ഇവിടെ വായിച്ച കുറിവാക്യം അവിടെ എന്തുവാ നമ്മൾ കാണുന്നത്? കണ്ടോ? അന്നാളിൽ നിന്റെ ചുമടിൽ നിന്ന് എന്ത് ചെയ്യും? മാറുന്ന 2 കാര്യമാ. ഒന്ന് ചുമട്. ഞാൻ ചോദിക്കട്ടെ, ഈ കസാര വലിയ വെയിറ്റ് ഒന്നുമില്ല, എന്നാലും ഈ കസാരയും പിടിച്ചുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റുമോ? വലിയ പ്രയാസമാണ്. അത് ഈ സ്പീഡിൽ പോകാനൊക്കത്തില്ല. എന്നാൽ ഇതൊന്ന് മാറ്റിക്കേ. എൻ്റെ ആരോഗ്യത്തിനൊത്തവണ്ണം എനിക്ക് ഓടാൻ പറ്റും ഇല്ലേ? പണ്ട് ഓട്ടത്തിലും ഒക്കെ 25 റൗണ്ട് വലിയ ഗ്രൗണ്ടിന് 25 റൗണ്ടൊക്കെ ഓടി പ്രൈസ് ഫസ്റ്റ് മേടിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം നമുക്കറിയാം ഓട്ടത്തെക്കുറിച്ച്. 3 വർഷം അടുപ്പിച്ച് ലീഡർഷിപ്പും ഓട്ടത്തിനും ചാട്ടത്തിനും ഇതിനെല്ലാം ഫസ്റ്റ് എവർ റോളിംഗ് ട്രോഫി ഒക്കെ കരസ്ഥമാക്കിയതാണ്. ഇതൊക്കെ കർത്താവിന് അന്ന് അറിയായിരുന്നു. നീ ആരോഗ്യത്തോടൊക്കെ ജീവിച്ചെങ്കിൽ എനിക്ക് വേണ്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. ദൈവം നമുക്ക് ആരോഗ്യവും ബലവും തരും. ഈ ഭാരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഭാരം വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഓട്ടം നടക്കത്തില്ല. ഇതൊന്ന് ഇറക്കി വെക്ക, ഇതൊന്ന് മാറ്റിക്കള. ഈ വെയിറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനും ഓടാനും സ്റ്റെപ്പ് ഇറങ്ങാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ ഇടയായിത്തീരും. ഇപ്പൊ ഈ നീ ഓടാതിരിക്കാനും ചാടാതിരിക്കാനും നീ സ്റ്റെപ്പ് കയറാതിരിക്കാനും നീ നടക്കാനും ഒന്നും ഇടയാകാതിരിക്കാനാ ഇവൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഭാരം ചുമട് കൊണ്ടുവന്ന് നിന്റെ തോളിനകത്ത് വെച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? സഹോദരിമാരാണെങ്കിൽ ഒരു ഇച്ചിരി നേരം സഹോദരിമാരുടെ അടുത്ത് നിൽക്കുക. സഹോദരിമാരാണെങ്കിൽ 2 ഉണ്ട് സഹോദരിമാർ. സഹോദരിമാരാണെങ്കിൽ പറയും, ഈ മനുഷ്യൻ ഒരുത്തം കാരണം, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരൂടെ ആത്മീയനായിട്ടൊക്കെ പോയേനെ ആണ്. ഈ മനുഷ്യൻ ഒറ്റ കാര്യം സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നതല്ല, ദൈവാത്മാവ് പറയുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അതൊക്കെ ഒന്ന് മാറ്റിയത്. ആ ഭാരം വെച്ചോണ്ട് ഓടാൻ നടക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജീവിക്കുന്നതിന് തടസ്സമായിട്ട് എൻ്റെ ഭാര്യയാണോ കാരണം? ഒരിക്കലും അല്ല. ഇത് പാവം പിടിച്ച ദൈവദാസി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ അതിനെ അറിയത്തുള്ളൂ. എനിക്ക് ജീവിക്കാൻ കഴിയാത്തതിന് ഞാൻ അതിനെ എന്തിനാ കുറ്റം പറയുന്നത്? ഉണ്ടോ? സഹോദരന്മാരും അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും പരസ്പര കുറ്റം പറയാതെ
പരസ്പരം. നിങ്ങളൊന്ന് മുട്ടുമേലിരുന്ന് നോക്കിയേ, രണ്ടുപേരും കൂടെ ഐക്യമായിട്ട് മുട്ടുമേലൊന്ന് ഇരുന്നേ. ഏത് കാര്യമാണ് നിങ്ങൾക്ക് അസാധ്യമായിട്ടിരിക്കുന്നത്? ഏത് കാര്യവും ദൈവം സാധിച്ചു. നിങ്ങൾ വലിയ പണക്കാരനൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്ന് കെട്ടിക്കൊണ്ടു പോകും, ഇങ്ങോട്ട് വന്ന് നല്ല ആലോചന തരും, ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന എല്ലാ വഴികളും തുറന്നു തരും. ഞാൻ കായംകുളത്തിന് പടിഞ്ഞാറ് വശം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് 97 തോന്നുന്നു, 97 ഞാൻ ആദ്യമായിട്ട് ഒന്ന് പോയി. കായംകുളത്തുനിന്ന് പടിഞ്ഞാറോട്ട് പോകണം. അവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു ആളിന് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അതിൽ മൂത്ത കൊച്ച് ഈ സ്കൂളിലൊക്കെ പോയി രക്ഷിക്കപ്പെട്ടതാണ്. അപ്പം ആ കൊച്ച് മുന്നോട്ട് പോകാനായിട്ട് പരുവില്ല, +2 കഴിഞ്ഞ് നിൽക്കുക. ആ കൊച്ചിൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ എന്നെ തുടർന്ന് നേഴ്സിങ്ങിന് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സ്പോൺസർ ചെയ്യാൻ നീ ഒരാളിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ച്, അപ്പനും അമ്മയ്ക്കും വിശ്വാസമൊന്നുമില്ല, അവർ ഹൈന്ദവരാണ്. അത് അപ്പനാണെങ്കിൽ അന്നത്തെ കാലത്തൊരു ഷാപ്പിലെ എടുത്തു കൊടുക്കുന്ന പാർട്ടിയാണ്. അപ്പം പിന്നെ ആ ആളിൻ്റെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ ഈ കൊച്ച് രക്ഷിക്കപ്പെട്ടു. ആ കൊച്ചിൻ്റെ പ്രാർത്ഥന, എന്നെ ദൈവം അവരുടെ വീട്ടിലയച്ചു. ഒരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി ലൊക്കേഷൻ കാണാൻ ഞാനും ഒരു ഉപദേശിയും കൂടെ പോയതാ. അങ്ങനെ ചോദിച്ചു പറഞ്ഞ് ഈ ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരം ഞാൻ ചോദിച്ചു, മോളെ നീ എന്തോ എടുക്കുന്നു? അതുപോലെ പറഞ്ഞ് എൻ്റെ +2 കഴിഞ്ഞ് വെച്ചിരിക്കുക. എത്ര % മാർക്കുണ്ട്? 93% മാർക്കുണ്ട്. നീ എന്തോ പഠിക്കാൻ ആഗ്രഹം? നഴ്സിങ്ങിന് പോയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഒരു നിവൃത്തിയില്ല, ഒരു ചെറ്റക്കുടിൽ. ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതിനാ നിന്നെ ഇങ്ങോട്ട് അയച്ചെന്നു. ആ സ്പോട്ടിൽ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കോളേജ് തിരഞ്ഞെടുത്ത് പൊക്കോളാൻ പറഞ്ഞു. MSc വരെ, BSc നേഴ്സല്ല, അത് കഴിഞ്ഞ് MScയും പഠിപ്പിച്ച് ഒരു CA-കാരൻ ചെറുക്കന് കല്യാണവും കഴിച്ച് ഗൾഫിൽ അനുഗ്രഹമായി കഴിയുന്നു. ഞാൻ എൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ നേഴ്സാണ്, ആദ്യമേ പഠിപ്പിച്ചതാണ്. ദൈവം ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ എവിടോട്ടേലും അയച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എൻ്റെ പപ്പ മരിച്ചപ്പം മമ്മിക്ക് എൻ്റെ പപ്പയുടെ സോഷ്യൽ സെക്യൂരിറ്റി എമൗണ്ട് കിട്ടുമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ പോലെ കിട്ടുമായിരുന്നു. എൻ്റെ മദർ അതിനകത്തൊന്നും ഒരു പൈസ പോലും എടുത്തിട്ടില്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തിട്ടു. എൻ്റെ മദർ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു പൈസയും ചിലവില്ല. കാറിന് കാറ്, വീടിന് വീട്, ഫുഡിന് ഫുഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ വയനാട്ടിലോട്ട് പോകുന്ന പറഞ്ഞേ 10,000, 25,000, 50,000 ഒക്കെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും, ഇത് നിൻ്റെ ആവശ്യത്തിനാണ്, അവിടെ കൊടുത്തേച്ചിഞ്ഞ് പോരരുത്. നിനക്ക് അങ്ങോട്ട് പോകുമ്പം ഗ്യാസ് പെട്രോൾ അടിക്കാനും അല്ലെങ്കിൽ നിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അത് മുഴുവനും അവിടെ ചിലവാക്കിയിട്ട് സന്തോഷത്തോടിഞ്ഞ് പോരും. ഒന്നും നഷ്ടമായി പോയില്ല, ഒന്നും നഷ്ടമല്ല. കർത്താവിന് വേണ്ടി എത്രമാത്രം കൊടുക്കുന്നുവോ അത് അളന്ന് 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 കുലുക്കി കവിയുന്ന പങ്ക്. ഞാൻ ശിശുഷന്മാരുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പം ഈ ശിശുഷന്മാർ സെൻട്രൽ പാസ്ക്ക് ടൈത്ത് കൊടുക്കണം, അങ്ങനെ ഒരു രീതിയുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയും, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അനുഗ്രഹം കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ പറയും, നിങ്ങളുടെ ടൈത്ത് നിങ്ങൾ കൊണ്ടുവരണം. അത് ആർക്കുള്ളതാ? അവർ തന്നെ പറയുന്നത് സെൻട്രൽ പാസ്റ്റർക്കുള്ളതാ. അതെല്ലാം കളക്ട് ചെയ്യും.
കളക്ട് ചെയ്തിട്ട് അതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് വെക്കും. അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ അറിയുന്നത്. പിന്നെ അക്കൗണ്ട് വെട്ടിച്ച് ഞാൻ പറയും, ശുശ്രൂഷകന്മാർ 34 ശുശ്രൂഷകന്മാരുണ്ട്, അവരുടെ കുടുംബത്തിന് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതിനകത്തുനിന്ന് എടുത്തു കൊടുത്തോണം. കാരണം അവരുടെ പൈസയാ. എന്നാൽ സാധാരണ രീതിയിൽ സെൻട്രൽ പാസ്റ്റർമാർ അവരെ പിഴിഞ്ഞ് അതെടുത്ത് പോക്കറ്റിട്ട്, അല്ല ജിപ്പാടെ പോക്കറ്റിട്ട് ഇനി പോരും, വീട്ടിൽ പോരും. ഞാൻ പറയും, ഇതൊക്കെ പ്രതിഫലം ദൈവം തരുന്നതാണ്. ദൈവം തരും. അനുഭവമുള്ളവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം തന്നിരിക്കും. ഒരിക്കലും ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. എൻ്റെ ഭാര്യ, മോള്, മോനെ, ഇവർ 3 പേരും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നത്. എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വിളിച്ചാൽ 1 മണിക്കൂറാണ് സംസാരിക്കുന്നത്. എല്ലാം വിവരിച്ചറിയണം. ഡാഡി ഞായറാഴ്ച എവിടെ ആയിരുന്നു, ശനിയാഴ്ച എവിടെ ആയിരുന്നു, ഓരോ ദിവസത്തെ മീറ്റിംഗ് എങ്ങനെ ഇരുന്നു, ഇതെല്ലാം അറിയണം മോക്ക്. മോൻ അങ്ങനെ അത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചോദിക്കത്തില്ല. ഡാഡി ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെ ഇരിക്കുന്നു, എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഇവിടെ ഡാഡിയുടെ അക്കൗണ്ടിൽ ഇട്ടേക്കാം. ഇത്രയേ ഉള്ളൂ അവൻ്റെ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തെക്കാട്ടിൽ അപ്പുറം എന്തുവാ? 1 കോടി രൂപ ബാങ്കിൽ ഇട്ടാൽ പാസ്റ്ററുടെ ഒരു അക്കൗണ്ടിൽ 1 കോടി രൂപ കിടക്കുന്നെന്ന് വിചാരിക്കാം. അതിൽ എത്ര പാസ്റ്റർക്കും പ്രയോജനപ്പെടും? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു ദിവസം ഞാനത് ചിന്തിക്കാനിടയായി തീർന്നു. ഒരു മനുഷ്യൻ, ഞങ്ങളുടെ നെയ്ബറാ, ഒരു മനുഷ്യൻ പത്തനംതിട്ട പോയി ഒരു 3 പേര് എതിരെ വന്ന, ഇയാൾ ഒറ്റയ്ക്കാ, 3 പേര് കയറി വന്ന് യൗവനക്കാരാ, അവർ വന്ന് എതിരെ വന്ന് ഇടിച്ച് ഈ പുള്ളിയെ റോഡിലിട്ടിട്ട് അവർ വണ്ടി നിർത്താതെ അങ്ങ് പോയി. ഈ പുള്ളിയുടെ കാല് 3 ഒടിവുണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എത്ര രൂപ വേണം? അവരാ എനിക്ക് പാൽ കൊണ്ട് തരുന്നത്. അവർക്ക് പശുവിനെയൊക്കെ ഉണ്ട്. അത് പറഞ്ഞ് 5 ലക്ഷം രൂപ വേണം. ഒറ്റ നിമിഷം എവിടെ പോയി? 5 ലക്ഷം. എത്രയോ കഷ്ടപ്പെട്ട 5 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവര്. ഞാൻ പറയട്ടെ, അഹങ്കാരമല്ല, സന്തോഷത്തോടെ, അഭിമാനത്തിന്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുക. 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ എനിക്ക് വലിയ പ്രശ്നമല്ലായിരിക്കാം. എന്നാൽ നിന്റെ ഒരു പൈസ നഷ്ടമാകാതെ ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, നീ എൻ്റെ നാമത്തിന് വേണ്ടി ചെലവാക്കുന്നത് കൊണ്ടാ, നീ ആരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിക്കാത്തത് കൊണ്ടാ നിന്റെ പണം നഷ്ടപ്പെട്ടു പോകാത്തത്. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചു. 6 ബ്ലോക്ക് ഉണ്ടായിരുന്നു എനിക്ക്. 6 ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളിനെ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്ത്, എനിക്കൊരു വേദനയില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. കാഷ്വലായിട്ട് ചെക്കപ്പിന് പോയപ്പോൾ അവർക്കൊരു സംശയം തോന്നി. ചെക്കപ്പ് ചെയ്തു. 5 ഗ്രാം എടുത്തപ്പം 6 ബ്ലോക്ക്. ഉടൻ തന്നെ സർജറി ചെയ്യണമെന്ന് വിളിച്ചു. എൻ്റെ ഭാര്യ അന്നേരം അറിയുന്നത്. മോളും മെഡിക്കലായതുകൊണ്ട് 2 പേരും കൂടെ എന്നെ കൊണ്ടുപോയി 5 ഗ്രാം കഴിഞ്ഞ് ഇതുപോലെ അഡ്മിറ്റ് ചെയ്ത് സർജറിയൊക്കെ കഴിഞ്ഞു. 2,47,00,000 രൂപ, 2.5 കോടി രൂപ ഇന്ത്യൻ മണി, അമേരിക്കൻ ഡോളർ. ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.5 കോടി രൂപ. പക്ഷെ $5 ഞാൻ പേ ചെയ്തില്ല. $5 പോലും എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയില്ല. മുഴുവൻ
എൻ്റെ ഇൻഷുറൻസ് പേ ചെയ്തു. എൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നത് VA-യിലാണ്. VA അതായത് ഫെഡറൽ ഗവൺമെൻറ്. ട്രംപ് മേടിക്കുന്നതും എൻ്റെ ഭാര്യ ശമ്പളം മേടിക്കുന്നതും രണ്ടും ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ആ ഫെഡറൽ ഗവൺമെൻറ് ഇൻഷുറൻസ് ആണ് ഒന്ന്. രണ്ട്, റിട്ടയർഡ് ആയി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് തരുന്നുണ്ട്. അത് 80% കവർ ചെയ്യത്തുള്ളൂ. മറ്റേത് ചില കേസുകളൊക്കെ 100% കവർ ചെയ്യും, ചിലത് 97-ഉം 95-ഉം ഒക്കെ പേ ചെയ്യും. ഈ രണ്ട് ഇൻഷുറൻസും കൂടെ കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും ചിലവായില്ല. എന്താ കാര്യം? 2.5 കോടി രൂപ എനിക്ക് കർത്താവിൻ്റെ വേല ഇതിനപ്പുറം ചിലവാക്കിയിട്ടുണ്ടെന്ന് കർത്താവിന് അറിയാമായിരുന്നു. മനുഷ്യർക്കാർക്കും അറിയത്തില്ല. ഇപ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഉപദേശി അത്രയൊക്കെ കോടികൾ ചിലവാക്കിയ പുള്ളിയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. അല്ല, ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ല നടക്കേണ്ടത്, കർത്താവിനറിയാം. അതുകൊണ്ടാണ് ഈ 2.5 കോടിക്ക് 1 പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാഞ്ഞ്. 3 വർഷം കഴിഞ്ഞു, നല്ല ആരോഗ്യത്തോടെ നല്ല ബലത്തോടെ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യാൻ ദൈവം ബലപ്പെടുത്തി ശക്തീകരിക്കുന്നു. സ്തോത്രം. നിന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന് ഇറക്കി കളയാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ഇറക്കി കളയാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇറക്കി കളയും. 2, അടുത്തത് അവൻ്റെ നുകം. ആരുടെ നുകം? പിശാച് നിന്റെ കഴുത്തിൽ വെച്ചിരിക്കുന്ന നുകം ഉണ്ടല്ലോ, നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് ആരാ? ഇവനാ. എന്തുകൊണ്ടാണെന്നറിയാമോ? നുകം ഇരിക്കുന്നതുകൊണ്ട്. നിങ്ങൾക്ക് ഈ കാളവണ്ടിയും ഒക്കെ അറിയാമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് കുതിരവണ്ടി ഉണ്ടായിരുന്നു, വില്ലുവണ്ടി എന്ന് പറയുന്നത്. പണ്ടത്തെ അപ്പച്ചന്മാരുടെ ഒക്കെ വാഹനം അതായിരുന്നു. അന്ന് കാറൊന്നുമില്ല. അപ്പം വില്ലുവണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ വില്ലുവണ്ടിയിൽ ഈ കുതിരയെ വെച്ച് കെട്ടുന്ന ഒരു ഇതുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുതിരയെ മനുഷ്യനൊന്നും മെരുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് വെച്ച് കെട്ടിയേച്ച് 2 ഇടത്തും കയറ് കിട്ടും, ഇടത്തോട്ട് വലത്തോട്ട്. ഇത് തിരിക്കുന്നതനുസരിച്ച് ഈ കുതിര തിരിയുന്നത്. ഞാൻ കുതിര സവാരി ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റിലോട്ട് നമ്മൾ റൈറ്റിൽ കിടക്കുന്ന ആ കയറ് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവൻ റൈറ്റിലോട്ട് പോകും. ലെഫ്റ്റിലെ കയറ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവൻ ലെഫ്റ്റിലോട്ട് പോകും. ഇതുപോലെ പിശാച് നമ്മളെ കൊണ്ട് നടക്കുക. പിശാച് നമ്മളെ കൊണ്ട് നടക്കുന്നത് ഇതുപോലെ. ഈ നുകം ഇന്ന് പകൽക്കാലം ഒടിഞ്ഞു പോകണം. ഈ നുകം നമ്മുടെ കഴുത്തിൽ നിന്ന് ദൈവം നീക്കിക്കളയാൻ ശക്തനാണ്. ആ നുകം, പിശാചിന്റെ നുകം ഇന്ന് നമ്മൾ ഊരിക്കളയണം. അതിന് പരിശുദ്ധാത്മാവ് വേണം. ഇവിടെ പാടി, ആത്മാർത്ഥമായി പാടി, പരിശുദ്ധാത്മാവേ എന്നിൽ ഇറങ്ങി വരണമേ. എങ്ങനെ? മഴ പോലെ ഇറങ്ങി വരണം. സ്തോത്രം. പ്രത്യേകതയുണ്ട്. എന്താ? മഴ നമ്മളെ എല്ലാം നനയ്ക്കും. തല മുതൽ ഉള്ളംകാൽ വരെ നമ്മൾ നനയും. അതാണ് പ്രത്യേകത. ഈ പരിശുദ്ധാത്മാവാകുന്ന മഴ നമ്മളിലേക്കൊന്ന് പെയ്തിറങ്ങിയാൽ നമ്മുടെ നുകമൊക്കെ ഒടിഞ്ഞു പോകുവാനിടയായി തീരും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു മഴയ്ക്കായി നമ്മൾ ആഗ്രഹിക്കണം. ഇന്ന് അവസാനമായി ആരാധനയ്ക്ക് ദൈവത്തിന് വിട്ടുകൊടുത്ത് ആ മഴ നമ്മുടെ മേൽ വഴിയിറങ്ങി നമ്മുടെ ജീവിതത്തിലെ സകല നുകങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞവരായി
ആ ചുമട് ഒഴിഞ്ഞവരായി നമുക്ക് പോകുവാൻ ഇടയാകട്ടെ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക. അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്, നിർത്തുന്നില്ല. വേറെ പ്രസംഗമല്ല, ഇതിൻ്റെ ബാലൻസ് അങ്ങോട്ട് ഇഞ്ഞ് വരികയാണ്. സ്തോത്രം.